ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഈ എന്തെങ്കിലുമൊക്കെ ഭാവനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ ഇമാജിനേഷൻ ഉണ്ടാകില്ല. അതിന് നമുക്ക് ഒരു പേര് പറയാൻ കഴിയും, പോവർട്ടി ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ ചെയ്യുന്നതിലുള്ള ദാരിദ്ര്യം. അപ്പോൾ ദാരിദ്ര്യം എന്നുള്ള വാക്ക് നമുക്ക് അറിയാം. എന്താണ് ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അത് ആഹാരത്തിൻ്റെ കാര്യത്തിലോ സമ്പത്തിൻ്റെ കാര്യത്തിലോ മാത്രമല്ല, ഭാവനയുടെ കാര്യത്തിലും ഈ ദാരിദ്ര്യം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് സമ്പുഷ്ടമായിട്ടുള്ള രീതിയിൽ ഭാവന ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, വ്യക്തമായൊരു ക്ലാരിറ്റി ആ ഓരോ മൊമെൻറ്റിനും കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അതിനെ നമുക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയുവാൻ കഴിയില്ല. അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഈ വിഷ്വലൈസേഷനെ ഒന്ന് എൻകറേജ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതായി കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഒരു കാര്യം. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു വീടിനെ കുറിച്ചുള്ള ആഗ്രഹം. അപ്പം അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ്മെൻറ്റ് ഉയർത്തിക്കൊണ്ടുവരുന്നതോ പില്ലർ ഉയർത്തിക്കൊണ്ടുവരുന്നതോ ഷെയ്ഡ് വാർക്കുന്നതോ മറ്റൊന്നുമല്ല. പിന്നെയോ അതിൻ്റെ ഹൗസ് വാമിംഗ് ഫെസ്റ്റിവൽ തന്നെയാണ് അല്ലേ? ഒരുപാട് ആളുകളെ നമ്മൾ വിളിക്കും, ബന്ധുജനങ്ങളുണ്ടായിരിക്കും, നാട്ടുകാരുണ്ടായിരിക്കും, അവരുടെ അപ്രീസിയേഷൻ ഒക്കെ നമുക്ക് അന്ന് കിട്ടുന്നുണ്ടായിരിക്കും, ധാരാളം സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. മൊത്തത്തിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കാണുവാൻ കഴിയണം. അവിടെ പിന്നെ ഒരു സംശയത്തിന് ഇട നൽകേണ്ട ആവശ്യമില്ല. അതായത് ഈ എന്ത് വേണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അവിടെ പിന്നെ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വിഷ്വലൈസേഷൻ്റെ പവർ അവിടെ കുറയുകയാണ്, അല്ലെങ്കിൽ വിശ്വാസവും അതുപോലെ തന്നെ കുറഞ്ഞു പോവുകയാണ്. എന്ത് വേണം, ഓക്കെ, അതിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ അത് ഹാപ്പൻ ചെയ്യും എന്നുള്ളതിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നിരാശ കടന്നു വരുന്നു, അല്ലെങ്കിൽ വിശ്വാസക്കുറവുണ്ടാവുന്നു. അത് നമ്മുടെ ഈ ഭാവനയെ അല്ലെങ്കിൽ ഇമാജിനേഷനെ ബാധിക്കുക തന്നെ ചെയ്യും. അതായത് ഇമാജിനേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് ലെസ് ആയിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ദിവസം ഇന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യാൻ പോകുന്നത്, അത് മുൻകൂട്ടി ഒന്ന് നമ്മുടെ മനസ്സിലിട്ട് ഒരു താരാട്ട് പോലെ അല്ലേ നമുക്ക് കാണുവാനോ കേൾക്കുവാനോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ വിഷ്വലൈസേഷൻ നല്ല രീതിയിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യും, മനസ്സിലായില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതിപ്പോഴേ കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുക എന്നതാണ് വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല, പുസ്തകങ്ങളിൽ കൂടെയും മറ്റ് അറിവുകളിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആകേണ്ട ഒരു പൊസിഷൻ ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു മാനേജർ പദവിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, നമ്മൾ എന്തൊക്കെ വാക്കുകളായിരിക്കും ഉച്ചരിക്കുന്നത്, ഇതൊക്കെ അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐക്കൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലേ? ആരുമായിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ബിസിനസ് എങ്ങോട്ടൊക്കെ അതിൻ്റെ ശൃംഖല അല്ലേ അത് വ്യാപിപ്പിക്കുവാൻ, എക്സ്പാൻഡ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടുന്നുള്ള ആക്ഷൻസ് നമ്മൾ നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. എന്നാലും പലർക്കും അത് എഫക്റ്റീവ് ആകണമെന്നില്ല. കാരണം ഈ പോവർട്ടി ഓഫ് ഇമാജിനേഷൻ അങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എഫക്റ്റീവ് ആകില്ല അല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ നമ്മൾ അതിലായി കഴിഞ്ഞതായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആസ്വദിക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ അംഗീകാരം കൊണ്ട് മൂടുന്നതും, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ ധാരാളം സമ്മാനങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് വരുന്ന ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒന്ന്
കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പം അതിലൂടെ തീർച്ചയായിട്ടും ഈ വിഷ്വലൈസേഷനെ നമുക്ക് എന്താ പറയുക, ഒന്ന് എന്തൂസിയാസ്റ്റിക് ആക്കുവാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോവർട്ടി ഓഫ് ഇമാജിനേഷൻ നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. വല്ലപ്പോഴും ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്തു, അല്ലേ? 24 hours എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കാണുന്ന ഈ ഇമാജിനേഷനെ ഞെരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. നിരന്തരമായിട്ട് അടിക്കടി നമുക്കതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുവാൻ കഴിയണം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കുകയെ തീർച്ചയായിട്ടും വിജയം നിങ്ങളെ വാരി പുണർന്നിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദിസ് ഈസ് യുവർ സോൾ സാവി സൈനിങ് ഓഫ്.